Good afternoon, sir. Yes, good afternoon, Vijay. Good afternoon, sir. Okay, Suspita, good afternoon. എന്തൊക്കെയാണ് ബിനോയ് വിശേഷങ്ങള്? വിശേഷമായിട്ടൊന്നും പറയില്ല സാർ. പയ്യ ചുമ. അതെ, മഴയൊക്കെ മാറിയില്ലേ? മഞ്ഞ് തുടങ്ങിയല്ലേ ആയിരിക്കും. മഴ മാറി ചിലപ്പോഴൊക്കെ കോള് വരും സാർ. അതെ, ഇനി അടുത്ത മാസം നമ്മളെ പെരുന്നാളല്ലേ, ക്രിസ്മസ്. അടുത്ത മാസം നമ്മളെ പെരുന്നാളാണ് സാർ. ക്ലിയർ ആയില്ല. പെരുന്നാൾ നാളത്തെ മാസം ഡിസംബർ നമ്മളെ ക്രിസ്മസ്. ഓ യെസ് 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 ക്രിസ്മസ്. യെസ്, അതൊക്കെ അവിടെ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. ഉണ്ട് സാർ. ഓക്കെ 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 ഓക്കെ. സാർ നമുക്കൊരു ഇനാഗ്രേഷൻ വെച്ചിട്ടുണ്ടല്ലോ സ്ഥാപനത്തിൽ നിന്ന്. ഏതിന്റെ? ഈ പഠിക്കണേന്റെ ഒരു ഇനാഗ്രേഷൻ വെച്ചിട്ടുണ്ട്. പിള്ളേരെല്ലാരും നേരിട്ട് കാണണമെന്നും പറയും. ഓക്കെ, ജോബി മോൾ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. പക്ഷെ ഒരാൾ 1000 രൂപ വെച്ച് അടയ്ക്കണം സാർ. ഞാൻ വരില്ല, പൈസ ഇല്ല. സാറുമാരെ എല്ലാം നേരിട്ട് കാണാൻ വേണ്ടി സാറിന് പറഞ്ഞില്ലായിരുന്നോ? സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എന്റെ പൈസ ഇല്ല സാർ. പൈസ കൊടുത്ത് വരാനേ. പൈസ ഇല്ല സാർ കയ്യില്. നോക്ക് എങ്ങനെയെങ്കിലും വിനോദിനെയൊക്കെ നേരിട്ടൊക്കെ കാണാലോ. പൈസ 1000 രൂപ ഏറ്റവും സാർ. വീട്ടില് നിർത്തിയൊന്നുമില്ല കൊണ്ടുവരാൻ. മിക്ക ഫീസ് എങ്ങനെയെങ്കിലും ആണ് അടച്ചത്. പരീക്ഷ ഇനി സർട്ടിഫിക്കറ്റിന്റെ പൈസ അടയ്ക്കാറുണ്ട് 1500 രൂപ. കോഴ്സ് കഴിയാറായില്ലേ? കോഴ്സ് കഴിയാറായി. ജോലി ഇപ്പോഴേ നോക്കി തുടങ്ങി സാർ. ജോലി ഇപ്പോഴേ നോക്കി തുടങ്ങി. ആശുപത്രി അല്ലേ. അതൊക്കെ നോക്കിയോ. പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ട്? പുറത്തേക്ക് ഇവിടെ ജോലി ചെയ്തിട്ട് ഒരു ആലോചന ഉണ്ട്. ഇവിടെ ജോലി ചെയ്തിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് പോകണമെന്ന്. നമ്മൾ എഴുതിയേക്കണ പോലെ റാങ്ക് ലിസ്റ്റിൽ പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോണ്ട. ഞാൻ ഇപ്പം ഈ ആശുപത്രിക്ക് അറിയാനും പിന്നെ PSC നോക്കണ കാര്യം സംശയമായിരിക്കും സാർ. പിന്നെ ടെസ്റ്റ് എഴുതും. പിന്നെ വലിയ പോസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ചെറുതായിട്ടൊന്നും നോക്കും. അതാ
അത് മാത്രമായിട്ട് ഇരുന്നാൽ ചിലപ്പം കിട്ടാൻ പോകണ്ട സാർ. ഇത് കുറെ ലിസ്റ്റ് വന്നിട്ട് അങ്ങനെ വിളിക്കാതിരുന്നിട്ടുണ്ട്. PS ലക്കാണ് സാർ. അത് പ്രതീക്ഷിച്ചിരുന്നാ പിന്നെ എപ്പോഴാണ് കിട്ടുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇരുന്ന് പഠിക്കും സാർ. ജോലിക്ക് ഇരുന്ന് പഠിക്കും. വെരി ഗുഡ്. ആ ഇൻട്രസ്റ്റ് വേണം പഠിച്ചാൽ മതി. അപ്പൊ ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ? ഞാൻ 2-3 പേര് കൂടി ഔട്ട് വിളിച്ചതിനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ആരംഭിക്കാം. Good morning, sir. Good afternoon, sir. Good afternoon. Okay, Joby World. Okay. Megha. Okay. നമ്മളിപ്പോ എവിടെ വരെ എടുത്തത്? റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ തുടങ്ങിയിരുന്നത്. റിപ്പോർട്ട് സ്പീച്ച് എവിടെ വരെ എത്തിച്ചു? ഇപ്പോൾ ഏതൊക്കെ ടെൻസുകൾ നമ്മൾ പറഞ്ഞു? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റും കഴിഞ്ഞില്ലേ? സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞതല്ലേ? പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ഈ അടുത്ത് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ നമ്മള് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞേ? സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് മാറ്റണം എന്നാ പറഞ്ഞത്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ അത് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് സിമ്പിൾ പാസ്റ്റ് ജോബിമാൻ എടുത്തിട്ടുണ്ടോ നമ്മള് സിമ്പിൾ പാസ്റ്റ്? അപ്പൊ എടുത്തിട്ടില്ല. സിമ്പിൾ പ്രസന്റ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എടുത്തില്ല. സിമ്പിൾ പ്രസന്റ് പറഞ്ഞില്ലേ? സിമ്പിൾ പ്രസന്റ് പറഞ്ഞ റിപ്പോർട്ട് സ്പീച്ചിലെ സിമ്പിൾ പ്രസന്റ് പറഞ്ഞില്ലേ? റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞതേ ഉള്ളൂ, ഒന്നും ചെയ്തില്ല സർ. യെസ്. ഓക്കെ. റെഡി. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് ഇനി റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കേട്ടൊരു കാര്യം വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ എങ്ങനെ അവതരിപ്പിക്കും, ഇതാണ് റിപ്പോർട്ട് സ്പീച്ചിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെന്ന് വേറൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയും? അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ വേറൊരാളോട് പറഞ്ഞൊരു കാര്യം നിങ്ങളത് കേട്ടു, അപ്പൊ നിങ്ങളത് നാലാമതൊരാളോട് എങ്ങനെ പറയുന്നു? അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന് 2-3 കാര്യങ്ങൾ, നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്ന വാക്ക്, ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഒരു വേർഡ് റിപ്പോർട്ട് സ്പീച്ചിൽ എങ്ങനെ മാറും എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടോ? ജോബി മോളെ, അത് എഴുതിയായിരുന്നു നമ്മള്? ഓക്കെ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഒരു സൈഡില് ഡയറക്റ്റ് എന്നും അടുത്തൊരു സൈഡില് ഇൻഡയറക്റ്റ് എന്ന് എഴുതി. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഒരു സൈഡിൽ ഡയറക്റ്റ്, വേറെ സൈഡിൽ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് ഒരു സൈഡിൽ, അടുത്ത സൈഡിൽ ഇൻഡയറക്റ്റ്. ഓക്കെ. അത് ഡയറക്റ്റിന്റെ അടിയില് ഐ എന്ന് എഴുതുക. ഐ എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഹി കോമ ഷീ എന്ന് എഴുതുക. എഴുതിയോ? ഹി കോമ ഷീ.
അത് തന്നെ അതിന് ജോബി മോളെ ഹി കോമ ഷി. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ പ്രോനൗൺ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഷീ ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഹി ആക്കി മാറ്റണം. ഓക്കെ. അടുത്തത് യു എന്ന് എഴുതുക. ഡയറക്ടറിയിൽ യു യു ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഐ അല്ലെങ്കിൽ വി എന്ന് എഴുതുക. ഐ അല്ലെങ്കിൽ വി, ഐ അല്ലെങ്കിൽ വി. യെസ്. അടുത്തത് മൈ എന്ന് എഴുതുക. എം വൈ മൈ. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹിസ് അല്ലെങ്കിൽ ഹെർ എന്ന് മാറ്റുക. ഹിസ് അല്ലെങ്കിൽ ഹെർ എന്ന് മാറ്റുക. അടുത്തത് ഒ യു ആർ അവർ എന്ന് എഴുതുക. അവർ. അവർ എന്ന് എഴുതുക. എന്നിട്ട് അതിനെ ദയർ എന്ന് മാറ്റുക. THEIR ദയർ. ദയർ. അടുത്തത് യുവർ എന്ന് എഴുതുക. യുവർ. യുവർ. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മൈ കോമ അവർ ഓ യുവർ അവർ എന്ന് എഴുതുക. ഓക്കെ. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ നമ്മളൊന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന മാറ്റങ്ങളാണ്. ഐ എന്നുള്ളത് ഹിയോ ഷിയോ ആവും. യു എന്നുള്ളത് ഐയോ വിയോ ആവും. മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ഹെയർ ആവും. അവർ എന്നുള്ളത് ദയർ ആവും. യുവർ എന്നുള്ളത് മൈ അല്ലെങ്കിൽ അവർ ആവും. യെസ്. ഇത് അവിടെ നിൽക്കട്ടെ. ഇത് നമ്മളൊരു ചേഞ്ചസ് വരുന്നതാണ്. ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ. ഇത് നമുക്ക് ഒരു വാചകം എഴുതുകയാണ്. ആ വാചകം ഇതാണ്. ഷീ സെഡ്. She said. She said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I study STUDY. Study. I study English poem. I study English poem. POEM. Okay, Yobi Mol. She said. She said. ഇൻവെർട്ടഡ് കോമയില് I study English poem. English poem. POEM. ഓക്കെ. ഇനി അവിടെ നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോവാം. നോക്കി ആ സെന്റൻസിനെ ഒന്നുകൂടി വായിക്കാം. ഷീ സെഡ്. അവള് പറയുകയാണ് I study English poem. ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ് ഉദ്ദേശിക്കുന്നത്? സൂര്യ, ആരെയാണ് ഈ ഞാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവളെ തന്നെ. ഷീ തന്നെയാണ്, സംശയമില്ലല്ലോ. കാരണം അവള് നേരിട്ട് നമ്മളോട് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ഷീ സെഡ് എന്നുള്ള സ്ഥലത്ത് ഞാനൊരു പേര് കൊടുക്കണം. ഷീ മാറ്റിയാണ് അവിടെ രമണി സെഡ്. രമണി സെഡ് ഇൻവെർട്ടഡ് കോമയിൽ എഴുതുകയാണ് I study English poem. അപ്പൊ ആ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? രമണിയാണ്. രമണിയല്ലേ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ രമണി അത് സൂര്യയോട് പറഞ്ഞു. അതായത് ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സൂര്യ അത് വീട്ടിൽ ചെന്ന് സൂര്യയുടെ സഹോദരിയോട് പറയണം. രമണി പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ സൂര്യയുടെ സഹോദരൻ എന്താ വിചാരിക്കുക? സൂര്യ പഠിക്കേണ്ടതല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ സൂര്യ എന്ന് വീട്ടിൽ ചെന്ന് പറയുമ്പോ എങ്ങനെ പറയണം? രമണി പറഞ്ഞു അവൾ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നുണ്ടെന്ന്. അല്ലാണ്ട് സൂര്യ വേദാരോട് പറയുമ്പോൾ ഞാനത് പറയരുത്, അവൾ തന്നെ പറയണം. ഓക്കെ. അതായത് ആ ഇംഗ്ലീഷ് പോയം പഠിക്കുന്ന ആൾ സൂര്യയും മാറും. അത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. വേറൊരാളോട് പറയുമ്പോ എങ്ങനെ പറയുന്നു? അവള് പറഞ്ഞു അവൾ ഇംഗ്ലീഷ്
പോയം പഠിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, ഈ രീതിയിൽ ആണ് ഇത് മാറ്റേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. അനൂപ, ഈ ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്നുള്ളതിൽ എത്ര വെർബ് ഉണ്ട്? അനൂപിന്റെ ഒരു നോട്ടത്തിൽ എത്ര വെർബ് കാണുന്നുണ്ട് അതിന്റെ അകത്ത്? എന്തോ സാർ? എത്ര വെർബ് ഉണ്ട്? ക്രിയ എത്ര വെർബ് ഉണ്ട് അതിന്റെ അകത്ത്? ഓക്കെ, ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, ബിനോയ് ശരിയാണ്. രണ്ട് വെർബ് ഉണ്ട് അതിന്റെ അകത്ത്. രണ്ട് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെഡ് എന്ന് പറഞ്ഞൊരു വെർബാണ്. ഓക്കെ, ഷഹാന കറക്റ്റ് ആണ്. പിന്നെ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വെർബാണ്. രണ്ട് വെർബുണ്ട്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക. വെർബിന് എപ്പോഴും നമുക്ക് മൂന്ന് കാലങ്ങൾ പറയാം. പറയുക, പറയും, പറഞ്ഞു. സ്റ്റഡി പഠിക്കുക, പഠിച്ചു, പഠിക്കും. കണ്ടോ? അങ്ങനെ മൂന്ന് കാലങ്ങൾ പറയാൻ പറ്റും. വെർബിനാണ് മൂന്ന് ടെൻസ് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ട് വെർബുണ്ട്. ഒന്ന് സെഡ് എന്ന് പറയുന്ന ഒരു വെർബാണ്, സ്റ്റഡി എന്ന് പറയുന്നത് വേറൊരു വെർബാണ്. ഓക്കെ, ഇതില് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിന്, ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിന്, അതായത് സെഡ് എന്ന് പറയുന്ന വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബ് കേട്ടോ. സൈഡിൽ എവിടെയെങ്കിലും ഒരു വര വരച്ചിട്ട് RV റിപ്പോർട്ടിംഗ് വെർബ് ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയിട്ട്. ഓക്കെ, റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ എന്താണ് റിപ്പോർട്ടിംഗ് വെർബ്? റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വരുന്ന വെർബിനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. സെഡ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? സേ പ്രസന്റ് ടെൻസ് ആണ്. സെഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി. റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടി. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ കാരണം ഞാൻ പറയാൻ കാരണം, റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന് വേറെ നിയമം. ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിൽ വന്നാൽ തന്നിരിക്കുന്ന വാചകത്തെ നമുക്ക് എങ്ങനെ റിപ്പോർട്ടിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുമ്പോൾ ഇൻവെർട്ടഡ് കോമ കളയണം. ഇൻവെർട്ടഡ് കോമ കളഞ്ഞിട്ട് രണ്ട് സെന്റൻസിനെയും കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കും. ആ കണക്റ്റിംഗ് വേർഡാണ് ദാറ്റ്. എന്താണ്? ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. എന്താണ് ഉപയോഗിക്കുന്നത്? ഷീ സെഡ് ദാറ്റ്. കണ്ട, ഷീ സെഡ് ദാറ്റ്, അവള് പറഞ്ഞു. ഓക്കെ, അത്രയും വരെ കറക്റ്റായി. ഇനി ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നല്ലേ? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അത് എന്തായിട്ട് മാറും? ഷീ ആവും, അല്ലെങ്കിൽ ഹീ ആവും. ഇവിടെ ഷീ ആവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാചകം ഇത് തുടക്കത്തിൽ പറഞ്ഞേക്കുന്നത് ഷീ സെറ്റ്, നമുക്ക് ഷീ ആവും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ്, ഷഹാന ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്നുള്ളത് ഏത് ടെൻസിലുള്ള വാചകമാണെന്ന് പറയാൻ പറ്റും? നമ്മളൊരു 12 ടെൻസ് പഠിച്ചില്ലേ? അതിൽ ഒരെണ്ണത്തിൽ ഇത് വരും. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. വെരി ഗുഡ്, യു ആർ റൈറ്റ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ ഷഹാനക്ക് മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട് ഐ, സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പോൾ തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, പിന്നെ കറക്റ്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇനി പറയുന്നത് നിങ്ങൾ മറക്കാതിരിക്കുക. അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അതിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റിയതാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റിയതാണ്? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയതാണ്. അത് ആ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചോ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ,
അപ്പൊ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയി എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അതിനെ എങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയതാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിലോട്ട് നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ ഏതാണ്? അതും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഞാൻ പറഞ്ഞിരുന്ന ഒരു പേജിൽ എഴുതി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒക്കെ കൂടി ഒരു പേജിൽ എഴുതി വെക്കാൻ പറഞ്ഞത്, നോക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ സെന്റൻസ് കൊണ്ട് മടങ്ങി വരാം. ഓക്കെ, ഷീ സെഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്തായി? ഷീ ആയി. ഷീ സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതണം. ഐ സ്റ്റഡീഡ്, STUDIED, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയി. ഇതാണ് അതിന്റെ ആൻസർ. ഷീ സെഡ് ദാറ്റ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ നോക്കിയത്? തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കി. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലായി, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. യെസ്, എനി ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ ജോബി മോൾ, ശരിയാണ്. അത് ഇവിടെ ഷീ സെഡ് എന്നുള്ളതിന് പകരം ഹീ സെഡ് എന്നാന്ന് വിചാരിക്കും. അപ്പൊ ഐ മാറിയിട്ട് അവിടെ ഹീ വന്നായിരുന്നു. ഓക്കെ, യു ആർ റൈറ്റ്. വേറെ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആണ് എഴുതിയത്. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ചെറിയ വാചകങ്ങൾ ചെയ്തിട്ട് ജോബിയോട് സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ് അല്ലേ, ഡി കൂടി ചെറിയ STUDIED. ഓക്കെ, യെസ്. ഇനി ഞാൻ ചെറിയ ചെറിയ വാചകങ്ങൾ പറയാം. ആദ്യം നിങ്ങൾക്ക് ഓക്കെ ജോബി, ആദ്യം നമ്മൾ പറയുന്നത് സിമ്പിൾ വാചകങ്ങൾ. നിങ്ങൾക്ക് ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വാചകങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കാം. സിമ്പിൾ ആയ സെന്റൻസ് ഞാൻ പറയാം. ഹീ സെഡ്, he said, he said. ഇനി ഇൻവെർട്ടഡ് കോമയില് ഐ സിംഗ്, SING, ഐ സിംഗ് a song, SONG, ഐ സിംഗ് a song. നേരത്തെ പറഞ്ഞ വാചകം പോലെയുള്ള ഒരു വാചകമാണ്. റിപ്പോർട്ട് സ്പീച്ചിലോട്ടൊന്ന് മാറ്റി. ഓക്കെ സുസ്മിത, വെരി ഗുഡ്. ഓക്കെ ഷഹാന, വെരി ഗുഡ്. ഓക്കെ സൂര്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മേഘ. ഓക്കെ അനൂപ്. ഓക്കെ ജോബി മോൾ. യെസ്. ഓക്കെ ബിനോയ്, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് സംഗതി പിടികിട്ടിയെന്ന് മനസ്സിലായി. ഇനി ഞാൻ ആ സെന്റൻസ് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഓക്കെ, സെന്റൻസ് ഇതാണ്. They said, they said, ഇവിടെ കൊമ്മേല് വി ലവ്, അതെ ജോബി മോൾ, വി ലവ് ഇന്ത്യ. യെസ്, അത് ചെയ്യാൻ പറ്റും. നോക്കി, അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. അവര് പറയാൻ അവിടെ നിന്നുണ്ട് ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഓക്കെ ജോബി മോൾ, ഇത് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയും? അവര് പറഞ്ഞു അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ഓക്കെ, ഓക്കെ ബിനോയ്,
ഓക്കെ സൂര്യ? ഷഹാന, ലവ് പ്രസന്റൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആക്കുന്നത്. ഓക്കെ സുസ്മിത, തന്നിരിക്കുന്ന വാചകം പ്രസന്റൻസ് ആവുമ്പോൾ പാസ്റ്റിലോട്ട് മാറ്റിയത്. ഓക്കെ, മെഹ കറക്റ്റ് ആണ്. ഓക്കെ ഷഹാന, നോ പ്രോബ്ലം. അനൂപ് ഓക്കെ, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. വെരി സിമ്പിൾ. ഓക്കെ, വെരി ഈസി ആൻഡ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഞാനൊരു സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. He said. ഇനി ഇവിടെ കോമന്റ് എഴുതുക. You work in a YOU. You work in a bank. 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 You work in a bank. Okay. You work in a bank. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. യെസ്, എഴുതിക്കോളൂ. അവൻ പറഞ്ഞു നീ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ നീ എന്നത് നിങ്ങളോടാണ് പറഞ്ഞതെന്ന് വിചാരിക്കും. നിങ്ങൾ ഇത് വേറെയോട് പറയുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെയ്യുന്നു. ജോബിമോൾ ഇസ് എ കറക്റ്റ്. വെരി ഗുഡ്. ബിനോയ് കറക്റ്റ്. സുസ്മിത കറക്റ്റ്. സൂര്യൻ കറക്റ്റ്. ഷഹാന കറക്റ്റ്. ഓക്കെ. അപ്പൊ ബേസിക് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഓക്കെ. മേഘ കറക്റ്റ്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സെന്റൻസുകളിലേക്ക് നമുക്ക് പോകാം. ആ സ്ട്രോങ് ആയിട്ടുള്ള സെന്റൻസുകളിലേക്ക് പോകുന്നതിന് മുമ്പ്, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള വാചകങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെയാണ്? മേഘ. ഓക്കെ, ഒരാളെ കൂടി വിളിച്ചോളൂ. അനൂപ് കറക്റ്റ് ആണ്. മേഘ, ഒരാളെ കൂടി വിളിച്ചോളൂ. സൂര്യ. സൂര്യ. ഓക്കെ. ആകെ നമ്മൾ 12 പേരേ ഉള്ളൂ. അപ്പൊ 2 പേരെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബോത്ത് ഓഫ് യു, ഞാൻ ഒരു ചോദ്യങ്ങൾ കുറച്ച് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പറയുന്നു. ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ 6 ചോദ്യങ്ങളുടെയും ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ H എന്നും രണ്ടാമത്തെ ലെറ്റർ O എന്നുമായിരിക്കും. ഫസ്റ്റ് ലെറ്റർ H, രണ്ടാമത്തെ ലെറ്റർ O. അപ്പൊ ഹൗസ് കറക്റ്റ് ആണ്, HOUSE. അപ്പൊ നിങ്ങൾ പറയുന്ന ആൻസറിൽ ഫസ്റ്റ് ലെറ്റർ H ആണ്, രണ്ടാമത്തെ ലെറ്റർ O ആണ്. All answers start with the letter O. HO ആണ്. ഓയിൽ തുടങ്ങുന്ന ഉത്തരങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, ഒരു സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സൂര്യ ആൻഡ് മേഘ. ഓക്കെ, shall I ask? ചോദിക്കാലോ. യെസ്, വെരി ഗുഡ്. മേഘ is ready. The first question is this. The opposite of guest. GUEST. Opposite of guest. Host. പേടിച്ച് പറയണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. യുവർ ആൻസർ ഈസ് റൈറ്റ്. കറക്റ്റ് ആൻസർ ആണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി. ഹോസ്റ്റ് എന്ന് പറയുമ്പോഴും ആതിഥേയൻ. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ് ഈസ് ഹോസ്റ്റ്. ശരിയാണ്, കറക്റ്റ് ആൻസർ. അപ്പൊ അത് കറക്റ്റ് ആയി. H ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം O ആയി. അപ്പൊ ഹോസ്റ്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The study of cultivating garden. The study of cultivating gardens. GARDENS. ഹോർട്ടിക്കൾച്ചർ ആണ്. ഹോർട്ടിക്കൾച്ചർ ആണോ എന്ന് ചോദിക്കേണ്ട, ഹോർട്ടിക്കൾച്ചർ ആണ്. യെസ്, അത് ഈ കൃഷിഭാഗം പരിപാടിയൊക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഹോർട്ടിക്കൾച്ചർ. The study of cultivating gardens. Okay, it's a very good answer. സൂര്യയുടെ സബ്ജക്ട് ഏതായിരുന്നു? കൊമേഴ്സ് ആയിരുന്നു. യെസ്, ഞാൻ ബോട്ടണി ആണോ സുവോളജി ആണോ എന്ന് വേണ്ടി ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ,
അപ്പോ അടുത്തത് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഹൗ ഡസ് എ സാന്റ മീൻസ് സാന്റ ക്ലോസ്, ഹൗ ഡസ് എ സാന്റ ലവ്, LAUGH, love, how does a Santa love? ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞോട്ടോ. ഒരു മിനിറ്റ് അവർക്ക് കൊടുക്കണം. ഹോപ്പ് എന്നാണോ? ആണോന്നല്ല സൂര്യ, ആണ്. ഹോ ഹോ ഹോ, HO ഹോ, HO ഹോ, ഹോ ഹോ ഹോ. ഇതാണ് സാന്റാക്ലോസിന്റെ ചിരിയുടെ തുടക്കം. ഓക്കെ ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. അപ്പൊ സൂര്യക്ക് ഇതെങ്ങനെ അറിയാമായിരുന്നു? കേട്ടിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഹോ 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 ഹോ, ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് യുവർ ഇന്റലിജൻസ്, വെരി ഗുഡ്. യെസ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ടിരിക്കും. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും കേൾക്കുമ്പോ അതെന്താണെന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. വെറുതെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ തലച്ചോറ് വെറുതെ ഇരിക്കല്ലേ, വെറുതെ മനസ്സിലൊന്നിരിക്കട്ടെ. എവിടെയെങ്കിലും നമുക്കത് ഉപകാരത്തിൽ കൊള്ളുന്നത്. യെസ്, നൗ ലെറ്റ് us come to next question. That is very easy question. A large 4-legged animal used in riding. Horse. Okay, Megha, is a correct answer. Horse is a correct answer. Very good, very good, very good. Yes. Next question. That is also very easy question. A period of 60 minutes is called dash. Hour. Hour is a correct answer. Above HOUR one. Okay, it's a correct answer. Then come to you the last question. അവസാനത്തെ ചോദ്യം. A sweetie, SWEETO, a sweetie food made by bees, BEE, honey. Okay, 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 okay. Very good. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യങ്ങൾ, രണ്ടുപേരോടുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രകടനം വളരെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് പറയുന്നത് അപ്പുറത്തേക്ക്, അതിന്റെ അപ്പുറത്തേക്കുള്ള വാക്കുണ്ടെങ്കിൽ അത് പറയണം അല്ലേ? കാരണം ഒരു ചോദ്യത്തിനും പോലും നിങ്ങളെ പുറത്തേക്ക് വിട്ടില്ല. ബിനോയ് പറഞ്ഞ പോലെ പൊളിച്ചു. ഓക്കെ 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 ഓക്കെ, തകർത്തു. യെസ്, ഓക്കെ, വെരി ഗുഡ്. അതിൻ്റെ അകത്ത് മറ്റേ ഇത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാന്റാക്ലോസിന്റെ ചിരി ഓർത്തത്, പിന്നെ ഹോർട്ടിക്കൾച്ചറും കറക്റ്റ് ആയിട്ട് ആ വേർഡ് ഓർത്തു. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ Megha and Surya, once again you proved to be the intelligent girls. Okay, very good, very good. Okay, okay, okay. Yes. Semina. Hi, sir. Okay, ഒരാളെ കൂടെ വിളിച്ചു. സെമീന. ബിനോയോട്. ബിനോയ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പൊ ബുദ്ധിയുള്ള ആളെ തന്നെ നോക്കി വിളിച്ചു അല്ലേ? വെരി ഗുഡ്. യെസ്, എനിക്ക് ബുദ്ധിയില്ല, ബിനോയ്ക്ക് ബുദ്ധിയുണ്ട്. എളിമ വിനിയൊക്കെ വളരെ നല്ലതാണ്, അത്രയും വേണ്ട അല്ലേ ബിനോയ്? യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. another word for being truthful, TRUTHFUL. Another word for being truthful, TRUTHFUL, truthful. Sir, another word for being truthful, honesty. Honesty, it is a correct answer. Very good, very good. Oh, അപ്പൊ സെമീനയുടെ സെലക്ഷൻ മോശമില്ല, കറക്റ്റ്. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. സത്യസന്ധതയുടെ സാർ, ആദ്യത്തെ അക്ഷരം ഹെച്ചിൽ തുടങ്ങിയാൽ മതി, രണ്ടാമത്തെ അക്ഷരം ഓയില്, രണ്ടാമത്തെ അക്ഷരം ഓ ആയിരിക്കണം. HLO അതായത് പോരെ?
ആദ്യത്തെ അക്ഷരം എച്ചിൽ തുടങ്ങണം, രണ്ടാമത്തെ അക്ഷരം ഓയിൽ തുടങ്ങണം. അതിന് ഏത് വാക്കായാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഏതായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ലെറ്റർ എച്ച്, സെക്കൻഡ് ലെറ്റർ ഓ. നമ്മളെ സാൻഡയുടെ ചിരി പോലെ എടുത്തതാണ്. അപ്പൊ അങ്ങനെ വെരി ഗുഡ്. ഓക്കെ, യു ക്യാൻ വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. A tube used to water something. Hose is the correct answer. Very good. Garden hose. Garden hose. Hose അപ്പൊ ഗാർഡൻ എന്ന് പറയുമ്പോൾ ജി വരുമ്പോ നമ്മുടെ നിയമം മാറിപ്പോ. ഹോസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. വെരി ഗുഡ്. ഹോസ് ഹോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നനയ്ക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. Then next question. A tool used to catch fish. A tool used to catch fish. ഒന്നുകൂടെ പറയോ? A tool, ഉപകരണം, tool used to catch, C-A-T-C-H, catch fishes, F-I-S-H-E-S. ഫിഷിംഗ് റോഡാണോ സർ? ഫിഷിംഗ് റോഡ് അല്ല, എച്ചിലെ തുടങ്ങുന്നൊരു വേർഡുണ്ട്. ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ്. നമ്മൾ സാധാരണ ഗതിയിൽ അപ്പൊ എന്നായി പോയില്ലേ, ആരും അധികം ചെലവില്ലാണ്ട് ഉപയോഗിക്കും. ഹുക്ക്. ഷഹാനി പറഞ്ഞിരുന്നു, സുസ്മിതൻ പറഞ്ഞിരുന്നു, ചോദ്യങ്ങളും പറഞ്ഞു. ഹുക്കില്ലേ, നമ്മള് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അറ്റത്തൊരു കുളത്തിടൂല്ലേ, മീന് അതിന്റെ അകത്ത് ഫിക്സ് ചെയ്യണത്, ആ ഹുക്കാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം എച്ചിന് തുടങ്ങണ്ടേ, അപ്പൊ ഹുക്ക്. ഓക്കെ, അപ്പൊ അതെല്ലാം പുറത്തേക്ക് പോട്ടെ. യെസ്, എ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. ഓക്കെ. അടുത്തത് ചോദ്യം അല്പം നീണ്ടതാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന് ഉത്തരം പറയാം. ഇതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എ വെഹിക്കിൾ that travels over the surface of land and water. I will repeat the question. A vehicle that travels over the surface of land and water supported by current of, C-U-R-R-E-N-T, current of air downwards. I will repeat the question. A vehicle that travels over water and over the surface of water and land supported by that a current of air sent downwards. Sir, അതൊന്ന് ടൈപ്പ് ചെയ്യോ സാർ? മനസ്സിലാവണില്ല. ഓക്കെ, ഞാൻ ഒന്നൊരു സാവകാശം പറയാം, ശ്രദ്ധിച്ചോ. A vehicle that travels over the surface of land or water. Surface of land or water, വെള്ളത്തിലൂടെയും ജലത്തിലൂടെയും പോകുന്നത്. Supported by, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ മെഷീൻ. The current of air, C-U-R-R-E-N-T, current of air send, S-E-N-T, send downwards. താഴേക്ക് ഇങ്ങനെ കറണ്ട് പ്രസ് ചെയ്യുന്ന മോഡലുള്ള ഒരു യന്ത്രമാണ് അതിന്റെ മൂവ്മെന്റ് റെഡിയാക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ഹൗസ് ബോട്ട് പോലെയൊക്കെ ഇരിക്കുന്നത്. കറണ്ട് ഓഫ് എയർ, വായു. കറണ്ട് ഓഫ് എയർ. കറണ്ട് ഓഫ് ദി എയർ അല്ല, കറണ്ട് ഓഫ് ദി എയർ, വായു.
ഏതാണ്ട് നമ്മുടെ ഓവർ ക്രാഫ്റ്റ് ആണോ സാർ? ഇസ് എ കറക്റ്റ് ആൻസർ, ഹോവർ ക്രാഫ്റ്റ്. ബിനോയ്ക്ക് എങ്ങനെ കിട്ടിയപ്പോ ഇത് ഭയങ്കര ഓവർ ക്രാഫ്റ്റ് ആണ്, ശരിയാണ്. HOVERCRAFT. ഓ ബിനോയ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാനത് പറയുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. യു ആർ അപ്രീഷിയേറ്റഡ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തോ 4 ചോദ്യമായില്ലേ സാർ? ഓക്കെ ഓക്കെ, ഇനി 2 ചോദ്യം കൂടി ഉള്ളൂ. 2 ചോദ്യം കൂടി ഉള്ളൂ. അനദർ വേർഡ് ഫോർ ബറോ, BURROW. അനദർ വേർഡ് ഫോർ ബറോ. സാർ BURROW. അതിന്റെ വേറൊരു വേർഡ്. H-ൽ തുടങ്ങണം, രണ്ടാമത്തെ ലെറ്റർ O ആയിരിക്കണം, ബാക്കിയുള്ളത് എങ്ങനെ വേണമെങ്കിലോ. സാർ പെറു, അതെന്തിനാണ് സാർ പെറു? പെറു, BURROW. ഈ നമ്മുടെ മുയലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ മാളങ്ങളില്ലേ, അതിനെയാണ് ആ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാക്കുന്ന മാളങ്ങള്, അതിനെയാണ് ആ വേർഡ് പറയാ, ബറോ. അത്രയും പറഞ്ഞാൽ തന്നെ ഉത്തരത്തിലൂടെ വേഗം വരാം. PURRUW അല്ലേ? ഹോളാണ്. ഓക്കെ 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 ഓക്കെ, ഹോളാണ്. ശരിയാണ് ശരിയാണ് ശരിയാണ്, ഹോളാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ. യെസ്, ഹോൾ ഇവിടെ 2 പേരൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരും ബിനോയ്ക്ക് തന്നെ പോയിന്റ് തരായിരുന്നു, കാരണം ഓവർ ക്രാഫ്റ്റ് ഒക്കെ പറഞ്ഞതല്ലേ. ഇപ്പൊ ഏതാണ്ട് സെയിം ആണ് 2 പേരും പറഞ്ഞത്. ഓക്കെ സാർ, ഇപ്പൊ ഒരെണ്ണം തന്നെ സാർ പുറത്ത് പോയത്. ഒരെണ്ണം പുറത്ത് പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഒരെണ്ണം പോകില്ല, ഇതേ കൂടെ പോകില്ല, കാരണം അടുത്ത വളരെ ഈസി ആയിട്ട് ചോദ്യം. യെസ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. A team game in which the players use curved, CURVED, curved stick. A team game in which the players use a curved, CURVED, curved stick. ഒന്നുകൂടെ പറയോ സാർ? A team game, ഒരാളല്ല, ഒരു ടീം കളിക്കുന്ന ഒരു ഗെയിം. A team game in which the players, സുസ്മിത അതൊക്കെ, in which the players use curved, curve എന്ന് പറയുന്നത് വളഞ്ഞിരിക്കുന്ന, curved stick. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഹോക്കി. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, ഹോക്കിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ അറിയാവുന്നവരൊക്കെ ചിരി സ്മൈലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. യെസ്, ഹോക്കിയാണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചത് 6 ചോദ്യങ്ങളാണ്. അതില് ഒരെണ്ണം ഒരു ഇഞ്ചിന് പുറകോട്ട് പോയി. അപ്പോഴേക്കും ബിനോയ് പറഞ്ഞപ്പോഴേക്കും കൂടെ കുറച്ച് പേര് പറഞ്ഞത് കൊണ്ട് പോട്ടെ. പക്ഷെ എന്നാലും നിങ്ങൾ പ്രകടനം മോശമാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മെച്ചപ്പെട്ട ഓവർ ക്രാഫ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിൽ നിങ്ങൾ പറയില്ല എന്ന് ഞാൻ വിചാരിച്ചത്, ആരും പറയില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ അത് കുഴപ്പമില്ല, അത് കണ്ണു കെട്ടാതിരിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. യെസ്, അത് കൃത്യമായിട്ട് 2 പേരും സൂചിപ്പിച്ചു. അപ്പൊ സെമീന ആൻഡ് ബിനോയ്, ബോത്ത് ഓഫ് യു വെരി ഇന്റലിജന്റ്. ഓക്കെ 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 ഓക്കെ, നിങ്ങൾ 2 പേരും മെച്ചമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ആ ഇംഗ്ലീഷ് ഇപ്പോഴും പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഈ പ്രാവശ്യവും ഞാൻ പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളിലുള്ള എൻ്റെ ആ വിശ്വാസം ഒന്നുകൂടി ശക്തമായി എന്ന് മാത്രമാണ് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത്. നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെച്ചാൽ അത് ആ വാക്കുകളൊക്കെ ഹോർട്ടിക്കൾച്ചർ കറക്റ്റായിട്ട് പറഞ്ഞു, ഓവർ ക്രാഫ്റ്റ് പറഞ്ഞു, പിന്നെ ആ ഹോ അത് പറഞ്ഞു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മടങ്ങി വരാം. റിപ്പോർട്ട് സ്പീച്ചിന്റെ ആ ചെറിയ ഒരു അസ്വസ്ഥത മാറ്റാൻ വേണ്ടി ഞാനത് പറഞ്ഞതാണ്.
അപ്പൊ അതിന്റെ ചെറിയൊരു ഹാങ്, ഒരേ കാര്യം തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിരസത വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്കിനി വീണ്ടും നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മടങ്ങി വരികയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. ഓക്കെ 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 ഓക്കെ. അടുത്ത വാചകം എഴുതിക്കുന്നു. ഷീ സെഡ്, ഷീ സെഡ്, ഷീ സെഡ്. ഇനി ഇൻവെർട്ടഡ് കോമയില് I study STUDY. I study my notes, NOTES, notes. She said that I study my notes, NOTES. Okay, very good. സുസ്മിത, ചെറിയൊരു ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്. ഐ വന്നതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നോക്കി. ഓക്കെ സൂര്യ, വെരി ഗുഡ്. ഓക്കെ ഷഹാന, വെരി ഗുഡ്. ഓക്കെ ജോബി മോൾ, വെരി ഗുഡ്. ഓക്കെ ബിനോയ്, വെരി ഗുഡ്. മേഘ ഓക്കെ. സുസ്മിത, സുസ്മിത പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റി, പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റി. സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റി. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ സുസ്മിത, വെരി ഗുഡ്. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ഞാനൊന്ന് വായിക്കാം. ഷീ സെഡ് ഐ സ്റ്റഡി മൈ, അവിടെ ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ, കുമാർ കറക്റ്റ്. ഷീ സെഡ് ദാറ്റ്, അവള് പറഞ്ഞു ഞാൻ പഠിക്കുന്നു എന്ന്. ഇത് എന്റെ നോട്ട്. അപ്പോ നമ്മൾ പറയുമ്പോ എന്ത് പറയും? അവള് പറഞ്ഞു അവളുടെ നോട്ട് പഠിക്കുന്നു എന്ന്. കണ്ടോ? ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഹെർ നോട്ട്സ്. ഷീ സ്റ്റഡീഡ് ഹെർ നോട്ട്സ്. അടുത്തത് they said, they said, SAID, they said. We use our, or your, our mobiles, MOBILES. We use our mobiles, MOBILES. We use our mobiles. Okay, Sushmita, is correct. Very good. We use our mobiles. Okay, Surya. Okay, Jogi World. Okay, very good. Okay, Binoy, very good. Correct. അപ്പൊ ആൻസർ എന്ത് വരുന്നു? അവര് പറഞ്ഞു ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നുവെന്ന്. ഓക്കെ, അതിനൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? അവര് പറഞ്ഞു അവരുടെ മൊബൈൽ ഉപയോഗിക്കുന്നുവെന്ന്. They said that they used, USED, their mobiles. Okay. അടുത്തത് he said you love
your mother. M-O-T-H-E-R, mother. I will repeat the question. He said, inverted comma, you love your mother. Yes. Inverted comma close here. Here you go. Okay, Joby Mold. Susmita, tense ഒന്ന് ശ്രദ്ധിച്ചേ. Surya, okay? Okay, Susmita. Okay, Megha. Binoy, tense മാറിപ്പോയി. Tense change ചെയ്തൊന്നുമില്ല. Simple present ആണ്, simple past ലേക്ക് മാറ്റിയില്ല. Okay, Anube, correct ആണ്. Yes. അപ്പോ ഇതിന്റെ ആൻസർ ഞാൻ വായിക്കാം. He said, അവൻ പറഞ്ഞു, you love your mother. നീ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നത്. അപ്പോ അവൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ സ്നേഹിച്ചു എന്ന്. അപ്പൊ he said that I loved, L-O-V-E-D, past tense ആക്കണം. I loved my mother. Your mother എന്നുള്ളത് my mother. Yes. Okay, Binoy. Correct. They said, S-A-I-D. They said, we love our country. We love our country. They said, we love our country. Inverted comma close here. Okay, Susmita, correct. Very good. Okay, Surya. Okay, Binoy. Okay, Joby Mold. Okay, Megha. Okay, Anup Kumar. Yes. അവസാനിപ്പിക്കാം. They said, ഇവിടെ കോമയില് we miss M-I-S-S. We miss our train. Our train. Okay, Susmita, very good. Okay, Surya, correct. Okay, Megha, correct. Joby, okay? Binoy, okay?
ഇനി ആരെങ്കിലും? യെസ്. അപ്പോ നമ്മളിപ്പോ ഇന്ന് റിപ്പോർട്ട് സ്പീച്ചിന്റെ തുടക്കം കുറിച്ച് അനൂപ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. റിപ്പോർട്ട് സ്പീച്ചിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഒരു ടെൻസ് മാത്രമാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പൊ അതില് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് വന്നു കഴിഞ്ഞാല് ആ സിമ്പിൾ പ്രസന്റ് ആയ ടെൻസിന്റെ റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ നോക്കി. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരെണ്ണം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അടുത്ത ദിവസം നമുക്ക് അടുത്ത വേറൊരു ടെൻസ് നമുക്ക് നോക്കാം. ആ ടെൻസ് എങ്ങനെയാണ് മാറ്റിയത്. അപ്പൊ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും കൃത്യം പോലെ നമുക്ക് നോക്കിപ്പോ അപ്പൊ അത് തെറ്റുപറ്റൂല. പരീക്ഷയ്ക്കൊക്കെ നല്ലൊരു വിഷയം പഠിച്ചു കാണും. പക്ഷെ അത് ചിലപ്പോൾ അവിടെ ഈസ് വരുമ്പോഴും വാസ് ചേർക്ക്, ഇവിടെ ഹാവ് വരുമ്പോൾ അപ്പുറത്ത് ചേർക്ക് എന്ന് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ഇത് നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണെങ്കിലോ ഇത് വളരെയധികം ഉപകാരത്തിന് കൊള്ളുന്നു. ഓക്കെ. പിന്നെ ഇത് വെച്ചിട്ടുള്ള ഡയലോഗൊക്കെ നമുക്ക് കുറച്ച് പറയാം. ഇതൊന്ന് റെഡി ആവട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പൊ ഒരാൾ കേട്ടൊരു കാര്യം നിങ്ങൾക്ക് വേറെ ആളോട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണമെന്നുള്ളത് പറയണ്ടേ. അപ്പൊ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ സൂപ്പർ ആയിരുന്നു. വെരി ഗുഡ്. സോ അവിടുത്തെ ടീച്ചർ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറിന്റെ പോർഷൻ തീർന്നിട്ടില്ലല്ലോ. അപ്പൊ പോർഷൻ തീരാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ടീച്ചർ എൻ്റെ ഒരു പീരീഡ് വാങ്ങിയിട്ട് മറ്റേ ടീച്ചർ വന്നു, നിഷ ടീച്ചർ വന്നത്. ഓക്കെ. അപ്പൊ ടീച്ചർക്ക് അടുത്ത പീരീഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് റെഡി. ഓക്കെ. അപ്പൊ നമുക്ക് കാണാം. പിന്നെ സമയമുണ്ടല്ലോ. യെസ്, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓ ബിനോയ് എന്താ? യെസ്. ഓക്കെ 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 യെസ്. ഓക്കെ ഓക്കെ. നമുക്ക് ആദ്യം എന്താ പറയാ, പരീക്ഷ പാസ്സാവുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. നമുക്ക് ജോലിയെല്ലാം ഉറപ്പാക്കേണ്ടത്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഓക്കെ മേഘ.